കേരളത്തിലെ ആദ്യ മാളാണ് തൃശ്ശൂരിൽ സിറ്റി സെൻറ്റർ. ഇന്ന് ഈ മാളിൻ്റെ അവസ്ഥ കണ്ടാൽ നിൽക്കുന്ന മരം പോലും ഒന്ന് ചാഞ്ഞ് വന്ന് കരഞ്ഞ് മെഴുകും. അതേപോലെയാണ് ഇന്നത്തെ അവസ്ഥ ഈ മാളിൻ്റെ. ഒരു കാലത്ത് തൃശ്ശൂരിലെ ജനങ്ങൾ മുഴുവൻ വന്ന് ഇരുന്നിടുന്ന സ്ഥലമാണ് ഈ കാണുന്ന മാള്. ഈ മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു മായാ ലോകമായിരുന്നു മാള്. ഇതുപോലൊരു മാള് തൃശ്ശൂർക്കാർ കണ്ടിട്ടില്ല, എറണാകുളത്തുകാർ കണ്ടിട്ടില്ല, കേരളത്തിൽ ആരും കണ്ടിട്ടില്ല. അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഈ മാള് കാണാൻ ഇവിടേക്ക് വരും. അത്ര പേരും പെരുമയുള്ള ഒരു മാളായിട്ടാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ പണിയാന്ന് പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പുകളും കംപ്ലീറ്റ് കടകൾ, ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അതുപോലെ ആയിരുന്നു അന്നത്തെ ആ മാളിൻ്റെ സെറ്റപ്പ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം. സകല കടക്കാരും ഒഴിഞ്ഞു പോയി. കാരണം എന്താ? ശോഭാ മാള് വന്നു, അതിനേക്കാളും വലിയ മാള് വന്നു. അപ്പോൾ ഈ മാളിനെ ആർക്കും വേണ്ട. ഒരു മനുഷ്യൻ പോലും, തൃശ്ശൂരുള്ളവർ പോലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനൊരു മാൾ ഇവിടെ ഉണ്ടോ എന്നുള്ളപ്പോൾ അവർ മനസ്സിലാക്കുന്നത്. എത്ര കടകളാണ് അടഞ്ഞു കിടക്കണമെന്ന് നോക്കിയേ. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കടകളുടെ മുമ്പിലും എഴുതി വെച്ചിട്ടുണ്ട് ഫോർ സെയിൽ, ഫോർ സെയിൽ. അന്ന് ഇതുപോലത്തെ ലിഫ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഞെട്ടി പോണ ലിഫ്റ്റാണ്. ഈ കാണുന്നൊരു വെള്ളം വരുന്നൊരു സംഭവമാണ്. അത് ഇന്നവരെ ഒരു മാളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകി വരാൻ നൂലുമുത്തൂടെ. അത് ഭയങ്കര ഒരു കാഴ്ചയാണ്. അത് കാണാൻ തന്നെ ആയിരങ്ങൾ അവിടേക്ക് മാള് കാണാൻ ചെല്ലാറുണ്ട്. അത്ര ഗംഭീരമാണ് അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ്. ഭയങ്കര ഒരു ഗൾഫുകാരൻ്റെയാണ് ഇത് പണിതത്. പക്ഷേ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഓരോ പുതിയ മാളുകൾ വരുമ്പോഴും പഴയ മാളുകളുടെ സ്ഥിതി വളരെ ദയനീയമായിട്ടാണ് തുടരുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് ശോഭാ മാള് മൃതി അടഞ്ഞു തുടങ്ങി, അതും മരിക്കാറായി. അപ്പുറത്ത് ഇൻസ്റ്റൻറ്റ് മാൾ വന്നതോടുകൂടിയിട്ട് അതിൻ്റെ കൂത്തമ്പി. അവിടേക്ക് ആരും വരുന്നില്ല. കടക്കാരൊക്കെ എത്ര നാൾ വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും കൊടുത്ത് ആൾക്കാരെ ഈ എസ്കലേറ്റർ കണ്ട ആദ്യമായിട്ട് വന്നിട്ടുള്ള എസ്കലേറ്റർ, നമ്മൾ ആദ്യമായിട്ട് കയറിയിട്ടുള്ളത് ഈ എസ്കലേറ്ററുമല്ല. അതൊക്കെ അന്നത്തെ കാലത്തൊക്കെ അതൊരു ആനന്ദമാണ്. നമ്മൾ തന്നെ ഒരു കാലത്ത് ആ മാളിലേക്ക് ചെല്ലും, കാലത്തൊട്ട് ഉച്ച വരെ അവിടെ കിടന്ന് കറങ്ങി നടക്കും. ഈ എസ്കലേറ്ററിൻ്റെ മുകളിൽ 5ഉം 10ഉം പ്രാവശ്യം ഇറങ്ങി നടക്കും. ഈ നേരത്തെ കണ്ട ലിഫ്റ്റിൽ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടക്കും. അതൊരു ഭയങ്കര ഒരു ഭയങ്കര വൈബായിരുന്നു ആ മാളിന്ന്, ഈ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കാല് കുത്താനും ഒഴിവുണ്ടാവില്ല ശനി ഞായർ ദിവസങ്ങളിൽ. അത്ര വലിയ മാളാണ്. പക്ഷേ മാളിലൊരു പ്രശ്നം ഉണ്ടായി അന്ന്. ഈ മാള് പെട്ടെന്ന് 5ാം നിലയിൽ ഒരു ദിവസം തീ പിടിച്ചു. അന്ന് തൃശ്ശൂരിനെ മുഴുവൻ സ്തംഭിപ്പിച്ച ഒരു തീപിടുത്തമായിരുന്നു അത്. പക്ഷേ ഒരു ഫയർഫോഴ്സിന് വണ്ടിക്ക് പോലും കയറാനുള്ള സൗകര്യമില്ല. അവർക്ക് അവിടെ നിന്ന് ഇത് തീ കെടുത്താനുള്ള വഴികളില്ല. അന്നതൊന്നും നോക്കാണ്ട് അത് പണിതേന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു അന്നതൊക്കെ തീ കെടുത്തി ഉണ്ടാക്കാനായിട്ട്. കോടികളുടെ നഷ്ടം വന്നു അന്ന്. പക്ഷേ എന്നിരുന്നാലും അതൊക്കെ ശരിയാക്കി. പിന്നെ അതിനുശേഷം വലിയ അപകടം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് തൃശ്ശൂർ കണ്ട ഏറ്റവും വലിയൊരു അപകടമായിരുന്നു ഈ സിറ്റി സെൻറ്ററിലെ തീപിടുത്തം. അങ്ങനെ കുറേ കടക്കാരെ കുറേ നഷ്ടങ്ങൾ വന്നു, ഒരുപാട് നഷ്ടങ്ങൾ വന്നു. പക്ഷേ ഇൻഷുറൻസൊക്കെ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് കാശൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഇത് ലിഫ്റ്റിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആ നൂല് കൃത്യമായിട്ട് കാണാം. ആ നൂലുമത്തോടെ ഇങ്ങനെയുണ്ട് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരും. 5 നിലയുടെ മുകളിൽ നിന്ന് വെള്ളം നിലത്ത് വരെ വരുമ്പോൾ അവിടെ ഒരു പൂളാണ്. ആ പൂളിൽ നിന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവം അത്. അതിപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു മാളിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അതൊക്കെ കെടുക്കുക. ഒരു ലിഫ്റ്റ് ഇപ്പോഴും പറിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കടക്കാർ ഇപ്പോഴും അവിടെ നിന്ന് പോരാൻ പറ്റാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അവരിത് വിൽക്കാനും പറ്റുന്നില്ല, ഇത് വേറെ ആൾക്കിൻ്റെയും തലയിൽ വെച്ച് കെട്ടാനും പറ്റുന്നില്ല. പിന്നെ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, ഈ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ഒരു ജ്വല്ലറി നടത്തുന്നുണ്ട്. അന്ന് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഗംഭീര സൂപ്പർ മാർക്കറ്റായിരുന്നു. ഇഷ്ടം സിനിമ കംപ്ലീറ്റ് ആ സൂപ്പർ മാർക്കറ്റിലാണ് ഷൂട്ട് ചെയ്തത്. ദിലീപിൻ്റെ സൂപ്പർ മാർക്കറ്റാണ് ഇഷ്ടമായിട്ട് അത് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടം സിനിമ കാണുമ്പോൾ നവ്യ നായർ വരുന്നതും ഇന്നസെൻ്റ് വരുന്നതും ആ റോസാപ്പൂ കൊടുക്കുന്നതും ഈ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ദിലീപ് ഏറ്റവും ഓടുന്നതും. ദിലീപിൻ്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഇവിടെ ജക്കപ്പൊക്ക എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത്. അവർ ഒരുപാട് ഭാഗങ്ങളൊക്കെ രാത്രിയെ ഷൂട്ട് ചെയ്ത് നടന്നത്. ഈ തിരക്ക് കാരണം അവർക്ക് മാള് പൂട്ടിയതിന് ശേഷമാണ് അന്ന് ഷൂട്ടിങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൗകര്യമായിട്ട് അവർക്ക് കുറേ എക്സ്ട്രാ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇതിൽ നടത്താനും പിടിക്കാനൊക്കെ ആൾക്കാരായി. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. ഇപ്പോഴും കണ്ട ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് ഒരു മെയിൻ്റനൻസും ഇത്രയും കൊല്ലങ്ങളായിട്ട് ചെയ്യാണ്ട് കിടക്കുന്ന മാളാണ്. ഇപ്പോഴും അതിൻ്റെ ഫിനിഷിങ് കണ്ട അന്നത്തെ പെയിൻറ്റിൻ്റെയും മറ്റുള്ള കാര്യത്തിലും ഒരു ഫിനിഷിങ് കുറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെയുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും
ഇന്ന് ഇതിൻ്റെ മുതലാളിമാർ ചിന്തിക്കുന്നുണ്ടാവും. ഈ കടക്കാരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി ഇപ്പം അതൊരു പ്രേതഭവനം പോലെ, ഒരു ബാർഗവി നിലയം പോലെ എടുക്കുക. ഈ ബൈക്ക് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ ബൈക്ക് മുഴുവൻ ഇതിനുള്ളിൽ സ്റ്റുഡൻസും അതുപോലെ തന്നെ തൽക്കാലം കുറച്ച് കടക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ വരുന്ന ബൈക്കുകളാണത്, വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഓരോ മാളുകളും മൃതിയടയുക. ഈ മാളുകളുടെ തുടക്കത്തിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു ആകാംക്ഷയും അതൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ലുലു മാളിൽ തന്നെ പോകുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന വൈബ് ഇപ്പോൾ പോയി കിട്ടുന്നില്ല. ശോഭ മാളിൽ കിട്ടുന്നില്ല, ഈസ്റ്റേൺ മാളിൽ കിട്ടുന്നില്ല. എല്ലാം പറ്റിപ്പാണ്. എല്ലാ മാളിലും ജനങ്ങളെ പിഴിഞ്ഞ് കാശെടുക്കലാണ് അവരെ പണി. അത് നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലായി. ഈ മാൾ കൊണ്ട് ഉപകാരമുള്ളത് അതിൻ്റെ മുതലാളിമാർക്കും ആ കടക്കാർക്കും മാത്രമാണ്. പുറത്ത് 10 രൂപയ്ക്ക് കിട്ടുന്ന ചായ അവിടെ 30 രൂപ കൊടുക്കണം. അതും പാട്ടവെള്ളം കിട്ടുക. ഒരു പഴംപൊരി 12 രൂപയ്ക്ക് കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ 30 രൂപ